ഹേ ഗൈസ്, ഒരു ദിവസം വൈകിട്ട് ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഒരു സൺസെറ്റ് കാണാൻ പോകാനുള്ളൊരു കെട്ടടിക്കത്തിനെയാണ് ഈ കാണുന്നത്. അതിനുള്ള പ്രഹസനമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായി ഞാൻ സ്റ്റൈൽ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ വൈറ്റ് ലെഗ് ജീൻസും ഈ സ്ട്രൈപ്സും ഒരു പേപ്പർ പോലത്തെ തുണിയാണ് ഗൈസ് ഈ ഷോർട്ടിൻ്റെത്. ആ ഷോർട്ടുമാണ് ഞാനിപ്പോൾ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആദ്യം ലിപ് കെയറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. എൻ്റെ ആവി തരുന്ന കഫേൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വൈകിട്ടായതുകൊണ്ട് തന്നെ നമുക്കധികം മേക്കപ്പിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നീട് ഞാൻ എൻ്റെ ആവി തീർന്ന ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ വലിച്ചു കീറി എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ തേച്ച് പിടിപ്പിച്ചു. മോയ്സ്ചറൈസർ എന്നെ തേറി പറയുന്നുണ്ടായിരിക്കും, എന്നാലും വേണ്ടിയില്ല. എൻ്റെ പരിപ്പ് എടുക്കുന്നിടം വരെ നമ്മളത് ഉപയോഗിക്കണമല്ലോ. അതിനുശേഷം ഞാൻ നേരെ ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട്. ഐബ്രോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മാർസിൻ്റെ ആണ് ഗൈസ് ഐബ്രോ പെൻസിൽ വരുന്നത്. അത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് നമുക്ക് സൺസ്ക്രീനിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ സൺസെറ്റ് കാണാനാണല്ലോ ഗൈസ് പോകുന്നത്. എന്തൊക്കെയോ മണ്ടത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, കാരണം ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടാണ് റെഡിയാകുന്നത്, അതുകൊണ്ടാണ്. അതിന് ശേഷം പ്ലമ്മിൻ്റെ കാജലാണ് ഗൈസ് ഇത്. പ്ലമ്മിൻ്റെ കാജലിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം രാത്രിയാണ്, ആരും കാണില്ല എന്ന്, എന്നാലൊരു പ്രഹസനത്തിൻ്റെ ഭാഗമായി കാജലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കിന് 2 ഷെയ്ഡ് മിക്സ് ചെയ്യാമെന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ലാക്മേയുടെ ഒരു ഡാർക്ക് വൈൻ റെഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഔട്ടർ ലെയറിലായിട്ട്. അതിട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഡാസിലർ ഇടണോ വേണ്ടായോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, അവസാനം ഞാൻ ഉദ്ദേശം ശുദ്ധി കറക്റ്റാക്കി ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഒരു ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും, നേരെ തന്നെ നിൽക്കും ഗൈസ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഡാസിലറിൻ്റെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അങ്ങനെ അതിട്ടിട്ട് വന്നപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആക്സസറീസായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ഗോൾഡിൻ്റെ ഹോപ്സാണ് ഗൈസ്. ഗോൾഡിൻ്റെ റിങ് ആയിരുന്നു എൻ്റെ കാതിൽ ആദ്യമേ കിടന്നിരുന്നത്. അത് ഊരി മാറ്റി ഈ ഹോപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം അല്ലേ? കൊള്ളാം എന്ന് ഞാൻ ആശ്വസിച്ചു. അപ്പം ഏകദേശം അത്രയൊക്കെ ഉള്ളൂ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഏകദേശം സണ്ണൊക്കെ സെറ്റ് ചെയ്തിരുന്നു ഗൈസ്. സണ്ണ് ഞങ്ങൾ പോകുന്ന വഴി തന്നെ സെറ്റുന്നത് കണ്ടിട്ടായിരുന്നു, അതുകൊണ്ട് അത്ര വലിയ വിഷമമില്ലായിരുന്നു. പിന്നെ അതുവഴി കുറേ കപ്പലുകൾ പോകുന്നുണ്ടായിരുന്നു. കപ്പലുകളുടെ എണ്ണം എടുത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഇതായിരുന്നു ഗൈസ് ആ ഈവനിങ് ടൈം അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി. ഇതിലിങ്ങനെ നോക്കി കടലിൽ നോക്കിയ കപ്പൽ നോക്കി ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് നോക്കി അങ്ങനെ ഇരുന്നു ഗൈസ്. അപ്പോൾ അത്ര